ബീസ്റ്റ് ലോഡിന്റെ കൂട്ടാളികളെയാണ് നമ്മൾ കാണുന്നത്. അതിൽ മെയിനായിട്ടുള്ളവൻ പറയുന്ന ആ ഡീമൺ ലോഡ് മിലീൻ, അവളെക്കുറിച്ച് എന്താ വിചാരിച്ചു വെച്ചിട്ടുള്ളത്? ആ സ്ലൈം, അതിനെ ഞാൻ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ മൊത്തത്തിൽ അവിടെ നിന്ന് നാണം കെട്ട് വരിക ചെയ്തേ. ആ സ്ലൈമിന്റെ വില്ലേജും മൊത്തത്തിൽ അവനാണ് അടുത്ത ലീഡർ എന്നല്ല അറിഞ്ഞപ്പോൾ ഞാൻ അവനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ സാരമില്ല, ആ ലോഡ് മിലീൻ ഞാൻ ഓരോന്ന് കാണിച്ചു കൊടുക്കണം ഒരിക്കലെങ്കിലും. അപ്പോൾ ആ കാട്ടിൻ്റെ ഇടയിൽ നിന്ന് ഒരു ജോക്കർ വരുന്നതാണ് എനിക്ക് എന്നിട്ട് പറയുന്നത്, നിങ്ങൾക്ക് എന്തിനെങ്കിലും ആവശ്യമുണ്ടോ? ഞാനാണ് ഫുഡ്മാൻ. നീ എന്തിനാ ഇവിടെ വന്നെന്ന് ചോദിച്ചാൽ പറയുന്നതാണ്, ഇവിടെ ഹെയ്റ്ററായിട്ട് അഥവാ ആങ്കർ ഇമോഷൻസ് എല്ലാം ഉള്ള സ്ഥലത്ത് ഞാൻ സമനാവുന്നു. ഡീമൺ ലോഡിൻ്റെ ഒപ്പം കണ്ട ആ പെണ്ണില്ലേ ടിയർ, ആ ജോക്കറും വന്നിട്ടുണ്ട്. ആ ജോക്കേഴ്സ് പറയുന്നതാണ്, നിനക്ക് പവർ വേണോ? നമ്മൾ ഡീമൺ ലോഡ് മിലീനെക്കാട്ടും പവർ നിനക്ക് തരാം അവളെ തോൽപ്പിക്കാൻ. അവിടെ ബാക്കിയുള്ളവരെല്ലാം പറയുന്നത് ഇവരെ വിശ്വസിക്കാനൊന്നും പാടില്ലാന്ന്. ഇതിലെ ലീഡർ പറയുന്ന, നീ ഒന്നും മിണ്ടാണ്ടിക്ക്, ഞാൻ ഇവർ പറയുന്നതെന്ന് കേൾക്കട്ടെ എന്ന്. എന്നിട്ട് അവർ പറയുന്നതാണ്, ഗ്രാവിറ്റീസ് പിന്നെ സ്പോൺ ആകുന്നുണ്ട്. എന്ത് ഗ്രാവിറ്റീസ് പിന്നെ സ്പോൺ ആകുന്നോ? അവിടെ പറയുന്നതാണ്, അതെ അതിപ്പം പിന്നെ സ്പോൺ ആകുന്നുണ്ട്. പക്ഷെ അതിനെ തോപ്പിക്കണമെങ്കിൽ അതിൻ്റെ പവറെല്ലാം ഒരാളെ ശരീരത്തിലേക്ക് ആക്കണം, എന്നിട്ട് അതിന് തടയാൻ പറ്റുന്നു. അതിൻ്റെ ചുറ്റിനും എന്തോ ഷാർക്ക് പോലത്തെ സാധനം ചുറ്റിനും കറങ്ങുന്നുണ്ട്, ശ്രദ്ധിച്ചൊക്കെ മനസ്സിലാവും. എന്നിട്ട് അവർ പോകാൻ നോക്കുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട്. അവിടെ ഇല്ല പോലെ ബാക്കി കാര്യം കൂടി പറഞ്ഞു തന്നോ പറയുന്നതാണ്. ഒരു വിചാരിക്കുന്നതാണ് മീൻ ചൂണ്ടേ കുടുങ്ങി. എന്നിട്ട് പറയുന്നതാണ്, അതിപ്പം സ്പോൺ ആയിട്ടില്ല, പക്ഷെ സ്പോൺ ആകാനുള്ള സമയം എടുത്തെന്ന്. അന്നേരം അവൻ പറയുന്ന, എനിക്ക് മനസ്സിലായി, അത് സ്പോൺ ആകാൻ മുമ്പേ അതിനെ നമ്മളെ കൺട്രോളാക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ആക്കോളൂ. ആ ജോക്കേഴ്സ് പറയുന്നതാണ്, എല്ലാം നമ്മൾ അക്കോർഡിംഗ് പ്ലാനിലാണ് പോകുന്നത്, നീ പേടിക്കണ്ടാന്ന്. ഇവിടെ ഓനും പറയുന്ന, എനിക്ക് ലോർഡ് മിലീവിനെ തോപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാനത് ചെയ്യുന്നു. എന്നിട്ട് അവരെ കൂട്ടാളികളുടെ അടുത്ത് വേണ്ടി പറയുന്നതാണ്, നിങ്ങൾ പോയിക്കോ, ഞാൻ കുറച്ച് ലേറ്റ് ആവുന്നു. എന്നിട്ട് ലീഡർക്കും പറയുന്നതാണ്, എനിക്ക് ലോഡ് മില്ലിന്ന് കാണിച്ചു കൊടുക്കണം ഞാൻ എത്രത്തോളം പവർഫുൾ ആവുന്നു. തിരിച്ചു പോകുന്ന ഒരുത്ത മനസ്സിൽ വിചാരിക്കുന്നതാണ്, ഇതെല്ലാം പെട്ടെന്ന് ലോഡിനെ അറിയിക്കണം എന്ന്. അടുത്ത സീനിലെ ഷോൺ, സൂന, പിന്നെ നമ്മുടെ മിലീനെയാണ് കാണിക്കുന്നത്. അവർ എന്തോ ഗെയിം കളിക്കുന്നതാണ്. അവരെ ഗേൾസിൻ്റെ കാര്യം നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഷോൺ പറയുന്ന ഞാനാ ജയിച്ചതെന്ന്, ഷൂണ പറയുന്ന ഞാനാ ജയിച്ചതെന്ന്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പുറത്തെ സൈഡിൽ റിംറു പറയുന്ന, ഞാൻ ഈ കിളവൻ്റെ ഒപ്പം പെട്ടുപോയല്ലോ, ഇനി ആ സൈഡ് ആ ബാത്ത് ചെയ്യുന്നെങ്കിൽ എന്ന് മനസ്സിൽ വിചാരിക്കുന്നതാണ്. പിന്നീട് ആ കളവനോട് ചോദിക്കുന്നതാണ്, നീ പോകുന്നില്ലേ, നീ എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നതെന്ന്. നേരെ ഓൻ പറയുന്നതാണ്, അല്ല എനിക്ക് നിന്നിലിപ്പം വിശ്വാസമുണ്ട്, പക്ഷേ ഞാൻ കുറേ കാലമായി വെക്കേഷൻ ചെയ്തിട്ട് അതുകൊണ്ട് എടുക്കുന്നതെന്ന്. സ്ലൈമർ എന്നാണ്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഓർക്കുള്ളവനെ കൊന്ന ക്രെഡിറ്റ് എല്ലാം വേറെ ഒരുത്തിനെ ഏൽപ്പിക്കാൻ, അവനെ നീ ഏൽപ്പിച്ചു, അവനെ ഹീറോ ആക്കിയോന്ന്. മറ്റവൻ പറയുന്നതാണ്, ഓ പിന്നെ അതെല്ലാം സീനായി നടക്കുന്നുണ്ടെന്ന്. അവനെ കൊമ്പുള്ള കുതിരേൻ്റെ പുറത്ത് കയറിയിട്ട് ഹീറോ നടക്കുന്നതാണ്, ഓനെ എല്ലാം തോപ്പിച്ചാനുള്ള രീതിയിൽ. നീ പേടിക്കണ്ട റിംറോ, ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം എല്ലാവരും അറിഞ്ഞാണോ അവനാ തോപ്പിച്ചതെന്ന്. എനിക്കും തോന്നുന്നു ഇവനെല്ലാം ചെയ്തു കഴിഞ്ഞെന്ന്, കാരണം ഇവൻ കൂടാൻ കാമായിട്ട് ഇരിക്കുന്ന ഇവിടെ. പിന്നീട് മറ്റവൻ പോകാൻ നോക്കുന്നതാണ്. നമ്മുടെ റിംറോ ബാക്ക് എന്ന് വിളിക്കുന്നതാണ്. എന്നിട്ട് അവിടെ ചോദിക്കുന്നതാണ് എന്താന്ന്. എന്ന് പറയുന്നത്, എനിക്ക് ബെൽമൂൺ വരെ ഒരു റോഡ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ മറ്റു പറയുന്നത്, എന്ത് റോഡാ? കുറേ ചിലവുണ്ട്, അത്ര ആൾക്കാരെയും വേണം പണിയെടുക്കാൻ. നീ ആൾക്കാരെ പേടിക്കണ്ട, നീ ചിലവിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന്. നമ്മളേക്കുള്ള കുറേ ഐറ്റംസ് നിങ്ങൾക്കും വിൽക്കാം, നിങ്ങൾക്കുള്ള ഐറ്റംസ് നമുക്കും വാങ്ങാം, അങ്ങനെ കുറേ പ്രോഫിറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഓക്കെ അല്ലേന്ന്. അപ്പോൾ ഓക്കെ പറയുന്നുണ്ട്. പിന്നീട് ആ ലീഡർ ചെറുക്കനും പിന്നെ 2 ജോക്കറും വന്നിട്ടുണ്ട്. ഗാബ്രസ് എവിടെയാണോ ഉള്ള അവിടത്തേക്ക്. എനിക്ക് പറയുന്നതാണ്, ഇവിടെ ഭയങ്കര അധികം ഡാർക്ക് എനർജി വരുന്നുണ്ട്. ജോക്കർ പറയുന്നത് ഉണ്ടാവും, കാരണം അതൊരു ഫിസിക്കൽ ഫോമിലല്ല ഉള്ള, സ്പിരിച്വൽ ഫോമിലാണ് ഉള്ളത് എന്ന്. അത് കേട്ട് ആ ലീഡർ ചേർക്കാൻ പറയാം, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ എൻ്റെ ശരീരം അതിൻ്റെ കൺട്രോളിന് കൊടുക്കണമെന്നാ. അപ്പോൾ ആ ടിയർ പറയുന്നതാണ് എല്ലാ സത്യവും മറച്ചു വെച്ചിട്ട്, അതെ കാരണം വെച്ചാൽ ഇതിപ്പോൾ ഏതെങ്കിലും ശരീരം എപ്പം കണ്ടുപിടിച്ച് ഇതിനെ കൺട്രോൾ ചെയ്യാൻ നടക്കുന്ന കാര്യമില്ല എന്ന്. അപ്പോൾ ഇത് കേട്ട് മറ്റവനാണ് പറയുന്നത്, ഓക്കെ എനിക്ക് സമ്മതമാണ്, ഓക്കെ ഞാൻ എൻ്റെ ശരീരം കൊടുക്കാൻ സമ്മതമായിട്ട് ഉള്ളിൽ കയറി പോകുന്നതാണ്. അപ്പോൾ ഫുട്ബോൾ പറയുന്നതാണ്, പണി കഴിഞ്ഞില്ലെന്ന്. അപ്പോൾ ടിയർ പറയുന്ന, പണിയെല്ലാം കഴിഞ്ഞ് ആ ക്ലെയിമിന് എന്താ വിചാരിച്ചിട്ടുള്ളത് അറിയില്ല, ആ ഗ്രാവിറ്റീസിനെ സ്പോൺ ചെയ്തിട്ട് വില്ലേജിലേക്ക് അയക്കാനാണ് പറഞ്ഞത്. ആ സ്ലൈമിൻ്റെ നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. മിലീൻ, കൂഡോ, കെവിൻ ഇവരെല്ലാവരും ഹണ്ടിങ് ആയിട്ട് വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ആ കൂഡോ പറയുന്നതാണ്, ഇതിന് ഭയങ്കര വെയിറ്റ്, ഇതിന് തള്ളിയിട്ട് വരാൻ ഭയങ്കര കഷ്ടമാണ്, കുടിക്കാൻ ഏതെങ്കിലും ഒരു ഡ്രിങ്ക് തരുമോ ആരെങ്കിലും ഒന്നും ചോദിക്കുന്നതാണ്. അപ്പോഴാണ് അവിടെ ഒരു ഗ്രീൻ ഡ്രൈഡ് പ്രത്യക്ഷപ്പെടുന്നത്. ഇവർ വിചാരിച്ച് ട്രെയിനിയാണ്, പക്ഷെ ട്രെയിനി അല്ല, അത് ട്രെയിനിൻ്റെ അനിയത്തിയാണ്. ഞാൻ ട്രെയിനിൻ്റെ അനിയത്തിയാണ്. അവിടെ നമ്മളെ സ്ലൈമാണെങ്കിൽ ട്രെയിനിക്ക് അനിയത്തി ഉണ്ടാ, അതെല്ലാം വിട്, നിന്റെ ഓറ എന്താ ഇങ്ങനെ ഡാർക്ക് അടിക്കുന്നതെന്ന്. വലിയൊരു ദുരന്തം തന്നെ വരുന്നുണ്ട്. ആ ക്രാബിറ്റീസ് അത് പിന്നെയും റിവൈവ് ആകുന്നുണ്ട്. അത് ഇങ്ങോട്ടേക്ക് തന്നെയാണ് വരുന്നത്. എൻ്റെ ഏച്ചി അതിനെ റിവൈവ് ചെയ്യുന്ന തടയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയെ, പക്ഷെ അതിങ്ങോട്ടേക്ക് വരുന്നത്, നിങ്ങളെ വാണി ചെയ്യാനാണ് ഞാൻ വന്നതെന്ന്. നിങ്ങളെ തയ്യാറെടുപ്പ് എടുത്തോന്ന്. അതിനുശേഷം അവരെല്ലാവരും കൂടി മറ്റേ മീറ്റിംഗ് വിളിക്കുകയാണ്. എന്നിട്ട് മറ്റേ ട്രേഡ് പറയുന്നതാണ്, ആ ക്രാബിറ്റീസ് എന്ന് പറഞ്ഞ സാധനം ഒരിക്കൽ മരിക്കും, പിന്നെയും സ്പോണാവും, പിന്നെയും മരിക്കും, പിന്നെയും സ്പോണാവും, അങ്ങനെ സൈക്കിൾ പോലെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന സാധനമാണ്.
നമ്മുടെ പറഞ്ഞ വെൽഡോറന്റെ ഒരു കുട്ടീനെ പോലെ തന്നെ, കാരണം വെൽഡോറന്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടായത് അതെന്ന്, അഥവാ വെൽഡോറന്റെ മാനിക്വലിനെ കൊണ്ട് ഉണ്ടായെന്ന്. അപ്പോൾ നമ്മുടെ റിംറു വിചാരിക്കുന്ന അങ്ങനെയാണെങ്കിൽ ഞാൻ അവന്റെ മാമനല്ലേ, അവൻ എന്നെ കാണാനാ വരുന്നത്, അവന്റെ വെൽഡോറ അച്ഛനെ എന്റെ വയറ്റിലാന്നുള്ള പറഞ്ഞിട്ട് പോയിട്ടം പറയുന്നതാണ് അതിനെ തടയാൻ നമുക്ക് ഇപ്പം തന്നെ തയ്യാറെടുപ്പ് എടുക്കണമെന്ന്. അവിടെ നിന്ന് അവിടെ വെസ്റ്റ് പറയുന്നതാണ് അതൊരിക്കലും സാധ്യമല്ല, കാരണം അതിന്റെ ഒപ്പം മാഗ്നറ്റോസ് ഉണ്ട് എന്നാ കേട്ടെ, അത് ഷാർക്ക് പോലത്തെ സാധനം. 12-13 മാഗ്നറ്റോസ് എപ്പോഴും മറ്റേ ക്രാബിറ്റീസിന് ചുറ്റും വലം വെക്കുന്നുണ്ടാവുന്ന ഡ്രൈഡ് പറയുന്നതാണ്. ഇത് ഓവർക്ലോഡിനെക്കാട്ടും ഡേഞ്ചറാന്ന് തോന്നുന്നല്ലോ, ഇത് നമ്മളെന്താ ചെയ്യുക? അപ്പോഴും നമ്മുടെ ഷൂനെ പറയുന്നതാണ് നമ്മളെങ്ങനെ അധികം തടയും അത് പറയാന്ന്. അപ്പോഴും നമ്മുടെ മിലീനെ ചിരിച്ചോണ്ട് പറയുന്ന നിങ്ങൾ എന്തിനു പേടിക്കണം, ഞാനിവിടെ ഉണ്ട്, ഞാനൊരു ഡീമൺ ലോഡാന്ന്. അത് കേട്ട് നമ്മുടെ സ്ലൈം അതെ നീ ഇന്നെ കൊണ്ട് എന്തൊക്കെ ഉപകാരം ഉണ്ടാട്ടേന്ന്. അപ്പോൾ നമ്മുടെ ഷോൺ പറയുന്നതാണ് വേണ്ട, നിന്റെ ആവശ്യമില്ല, നമ്മളെ കാര്യം നമ്മൾ തന്നെ ചെയ്യുന്നു. സ്ലൈം പറയുന്ന നീ എന്താ അങ്ങനെ പറയുന്നത്? ഷൂണ പറയുന്നതാണ് നീ പേടിക്കണ്ട, നമ്മളെ റിംറു ഉണ്ട്, റിംറു അത്രയും വലിയ ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് മാത്രമേ നിന്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ നിന്റെ ആവശ്യമില്ലാന്ന്. അപ്പോൾ റിംറു മനസ്സിലായി ഞാനിപ്പോൾ വളരെയധികം ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ്. അപ്പം മിലിയൻ ഡിപ്രസ്ഡ് ആയിട്ട് ഞാൻ എൻ്റെ പവർ കാണിക്കാന്നല്ല വിചാരിച്ച, അതിന് പോലും ഇവിടെ സ്ഥലമില്ലാന്ന്. പിന്നീട് റിംറു എല്ലാവരോടും പറയുന്നതാണ് നിങ്ങളെല്ലാം തയ്യാറെടുത്തോ, നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതെന്ന്. അവിടെ മറ്റോ പറയാം നിനക്ക് ഭ്രാന്താണോ, നീ എന്താ അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്? എന്ത് പറഞ്ഞാലും ഞാനൊരു മോൺസ്റ്റർ ലീഡറല്ല, ഇവിടുത്തെ ലീഡറല്ല, അതുകൊണ്ട് എനിക്ക് ഇതെല്ലാം ചെയ്തേ പറ്റൂന്ന്. അവിടെ മറ്റൊരു പറയുന്ന ഓക്കെ ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കും, നിന്റെയും മണ്ടത്രം കാണുമ്പോൾ എനിക്ക് ഹ്യൂമൻസിനെ പോലെ ഇന്നെ തോന്നുന്നതെന്ന്. അവരെന്ത് ചെയ്യും മുമ്പേ ഒന്നും ഓർക്കൂല, എടുത്തു ചാടി അങ്ങ് ചെയ്യും, അതാണ് നിന്നിൽ എനിക്ക് കാണാൻ പറ്റുന്നതെന്ന്. നീ ഭയങ്കര ഹ്യൂമൻ ടൈപ്പ്, എനിക്ക് നിന്നിൽ വിശ്വാസമാണ്. നമ്മുടെ റിംറു പറയുന്നതാണ് ആക്ച്വലി ഷിസുവിനെ പോലെ തന്നെ ഞാനും റീഇൻകാർണേറ്റഡ് ആയതാണ്, നമ്മൾ രണ്ടാളും ഒരേ സ്ഥലത്തു നിന്നാണ് വരുന്നത്, എനിക്ക് ഷിസു തൻ്റെ ബോഡി വന്നതാണ്, ഞാൻ സത്യം പറഞ്ഞാൽ അവളെ ബോഡി വിടാൻ പറ്റൂല, എനിക്ക് ഈ ബോഡിനോട് ഫീലിങ്സ് ഉണ്ട്. എപ്പോഴും മറ്റും പറയുന്നതാണ് അപ്പൊ നമ്മൾക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റും, നീ ഒരു ഹ്യൂമൻ ആയിരുന്നല്ലോ, ഞാൻ ഒരാൾക്ക് ഒരു പ്രോമിസ് നൽകിയിട്ടുണ്ട്, ആ പ്രോമിസ് ഞാൻ എന്തായാലും നടത്തുന്നു, ഡീമൺ ലോർഡ് ലിയോണിനെ ഞാൻ മൊത്തത്തിൽ ഇല്ലാണ്ടാക്കുന്നു. അത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോണ്ട്, എന്ത് ഡീമൺ ലോർഡ് ലിയോൺ, അതിന്റെ പേര് എന്നെ പറയാൻ പറ്റൂലെന്ന്. എന്ത് പറഞ്ഞാൽ ഞാൻ അവനെ തീർത്തിട്ടേ അടങ്ങുന്നു നമ്മുടെ റിംറു പറയുന്നതാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ക്രാവിറ്റീസിന്റെ ഗ്യാങ് മൊത്തം വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. സാധാരണ ഞാൻ പറയാത്തതാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തേക്ക് ഇത്ര മാത്രം. ഓക്കെ ദെൻ ബൈ.